ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടൊരു 1 month ആയിട്ടോ. ഈ ഒരു വീഡിയോ എന്നല്ല 2-3 വീഡിയോസ് ഞാൻ ഇതുപോലെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വോയിസ് ഓവർ കൊടുക്കാനുള്ള സാഹചര്യം എന്താ പറയുക, മടി കാരണം ഇങ്ങനെ നീണ്ടു പോയ കുറച്ച് വീഡിയോസ് ആട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ പുറകെ ആയിട്ട് ഓരോ വീഡിയോസ് ഞാനിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുവേ. ഇതിപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് പോണതെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഒരു 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 അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് എന്നൊക്കെ തന്നെ പറയാൻ പറ്റുന്ന നമ്മുടെ സ്വന്തം പാലക്കയം-തട്ടിലോട്ടാണ് ഞങ്ങൾ ഇന്ന് യാത്ര പോണേ കേട്ടോ. അങ്ങോട്ടുള്ള ഒരു യാത്ര എന്ന് വെച്ചാൽ നല്ല സൂപ്പർ വൈബായിരുന്നു കേട്ടോ. നല്ല എന്താ പറയണ്ടേ, അടിപൊളി എന്ന് വെച്ചാൽ വൈകുന്നേരങ്ങളിൽ നമുക്ക് അവിടെ പോയി ഇരിക്കാനും സമയം സ്പെൻഡ് ചെയ്യാനും ഫാമിലിയൊക്കെ ആയിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് കൂടിയാണ് നമ്മുടെ പാലക്കയം-തട്ട്. കണ്ണൂരിൻ്റെ തന്നെ ഒരു എന്താ പറയണ്ടേ, ഒരു സ്പെഷ്യൽ പ്ലേസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഏകദേശം അവിടെ തന്നെ അടുത്തടുത്തായിട്ട് 1-2-3-4 സ്ഥലങ്ങളുണ്ട്. 3-4 സ്ഥലങ്ങളല്ല, ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ. നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ അവിടെ പോയ ടൈമിൽ. മഴയുടെ ഒരു ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഏഴരിക്കുണ്ട് വെള്ളച്ചാട്ടം, മറ്റേ പൈതൽ മല, അങ്ങനെ കുറേ എനിക്കറിയാത്ത കുറേ സ്ഥലങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനും ഇതുപോലെ കുറേ വീഡിയോസും റീൽസിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് സ്ഥലങ്ങൾ. നമുക്ക് കോട നിറഞ്ഞ് നിൽക്കണ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഇച്ചിരി നടക്കാനുണ്ട് പാലക്കയം-തട്ടിൽ. നമ്മൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം മുകളിലോട്ട് നമുക്ക് പോകാനൊക്കെ ഉണ്ട്. കുറേ അങ്ങനെ കാണാനും കാഴ്ചകളും. എത്ര ആൾക്കാരെന്ന് കേട്ടോ. ഞാൻ വരുമ്പോൾ ഏട്ടനോട് ഞാൻ പറഞ്ഞു, ഈശ്വരാ നോക്ക് ഒരു മനുഷ്യനില്ല നമ്മളവിടെ പോകുമ്പോഴത്തേക്ക്, നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞ് ഇത് ഏതിലൂടെയാണ് ഇവർ വന്നതെന്നോ പോയതെന്നോ എനിക്ക് അറിഞ്ഞുകൊണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ഓപ്പോസിറ്റ് അങ്ങനെ അധികം വണ്ടികളോ നമ്മളെ പാസ് ചെയ്ത് അധികം വണ്ടികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അധികം ഒന്നും ഉണ്ടായിരുന്നില്ല, 1-2 അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ. ഇഷ്ടം പോലെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നിട്ടുള്ളവരുണ്ടായിരുന്നു. ഫാമിലിയായിട്ട് ഏറ്റവും കൂടുതൽ ഫാമിലീസാണ് കേട്ടോ. വൈകുന്നേരങ്ങളിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരണ ഫാമിലീസാണ് കൂടുതലുണ്ടായിരുന്നത്. അപ്പം അത്രയും നല്ലൊരു എന്താ പറയണ്ടേ, അത്രയും അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ ഒന്ന് മൈൻഡ് ഒന്ന് റിലാക്സ് ആവാനോ ഒരു എന്താ പറയണ്ടേ, ഒരു ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിച്ച് പൊളിക്കാനോ ഒക്കെ വേണ്ടിയിട്ട് നല്ലൊരു സ്ഥലമാണ് കേട്ടോ. സജസ്റ്റ് ചെയ്യണേ. എപ്പോഴെങ്കിലുമൊക്കെ ടൈം കിട്ടുമ്പോൾ. ഞങ്ങളുടെ കണ്ണൂരുള്ളവർ മാത്രമല്ല, കണ്ണൂരേക്ക് വരുന്ന ആൾക്കാരായാലും ഒന്ന് പോയി വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. മലബാർ സയൻസിൻ്റെ വർഷമാണ്. പൈതൽ മലയ്ക്ക് ഇടുന്ന് കുറേ പോയിട്ടുണ്ട്. പൈതൽ മലയിൽ ഈ കാണുന്നുണ്ട്, ഇതിൻ്റെ ബാക്ക് സൈഡ് ആണോ? അതായിരിക്കും ഏട്ടൻ്റെ എല്ലാം കണ്ടേ അന്നേരം. ഒന്ന് ചെയ്യിപ്പിക്കാൻ പറയാം. സ്ഥലമില്ല. ഇവിടെ നമുക്ക് സ്റ്റേ ഉണ്ട് കേട്ടോ. ഒരു നൈറ്റ് സ്റ്റേ ചെയ്ത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം
ഫ്രീ വൈഫൈ അടക്കം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല കുറേ തരത്തിലുള്ള നമ്മുടെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ റൈഡിങ് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. പക്ഷെ കുറേയൊക്കെ നശിച്ചു പോയി കേട്ടോ, കുറേയൊക്കെ നശിച്ചു പോയി. 1-2 ഉണ്ടായിരുന്നു, ഒരെണ്ണത്തിൽ പിള്ളേരൊക്കെ കയറിയായിരുന്നു. ഫോട്ടോസ് എടുക്കാനൊക്കെ ക്യൂ ആണ് അവിടെ പാലക്കയം തൊട്ട്. കണ്ടോ, ഇതിനകത്ത് കയറാൻ വിട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വേറെ ഒന്നിലും മൊത്തത്തിൽ എല്ലാം അവിടെ ഇവിടെ ആയിട്ട് പൊട്ടിക്കിടക്കായിരുന്നു. പിള്ളേരെ അങ്ങനെ കയറാൻ വിടാൻ വേണ്ടിയിട്ട് ധൈര്യമില്ലായിരുന്നു. ഞാനും പൊട്ടിപ്പോയാൽ ബുദ്ധിമുട്ടല്ലേ എന്ന് വെച്ചിട്ട് എന്നുവെച്ചാൽ ഓൾറെഡി കുറേ എണ്ണമൊക്കെ പൊട്ടി നശിച്ച് കിടക്കായിരുന്നു അവിടെ. ഞാൻ കയറണം എന്നൊക്കെ വിചാരിച്ചിട്ട് പോയതാണ്. പിന്നെ എനിക്ക് ഒരു ധൈര്യം പോലെ വരണ്ട് വീണിട്ടുണ്ടെങ്കിലും വയ്യ, എടുത്ത് പൊക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു ഗൈസ്. പിള്ളേർ രണ്ടാളും കുറച്ച് സമയം അതിൽ കളിച്ചായിരുന്നു. അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് കുട്ടികൾ വേറെ വന്നിട്ട് അവർ അതിൽ കയറുകയൊക്കെ ചെയ്തായിരുന്നു. വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ പറ്റിയ സൂപ്പർ സ്ഥലം ഗൈസ്. നല്ല കോടയുണ്ട്, തണുപ്പുണ്ട്, കാറ്റുണ്ട്, സൂപ്പർ. പിന്നെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ എന്താ ജനങ്ങൾ, ഫുള്ള് തിരക്ക്, ഫുള്ള് ആൾക്കാരെ, കുട്ടികളെയും കൂട്ടിയിട്ട് കളിക്കാനും ആക്കാനും. പക്ഷെ കുറേ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പം കുറച്ച് 1-2 ഉള്ളൂ നിലവിൽ, ബാക്കിയെല്ലാം നശിച്ചു പോയി ഗൈസ്. പക്ഷെ വന്നിരിക്കാനൊക്കെ നല്ല സുഖമുള്ള സ്ഥലമാണ് കേട്ടോ. ഇതിപ്പോൾ കറക്റ്റ് നമുക്ക് അവിടുന്ന് 50 കിലോമീറ്റർ, പയ്യന്നൂരിൽ നിന്ന് ഇങ്ങോട്ട് പാലക്കയം തട്ടിലോട്ട് 50 കിലോമീറ്റർ എടുക്കും. സൂപ്പർ, പോകാൻ തോന്നില്ല. പക്ഷേങ്കിൽ നമ്മുടെ ലൂണയുണ്ട് ഗായ്സ്, വണ്ടിയിലിരിക്കുന്നുണ്ട് ഗായ്സ്. വീട്ടിലൊറ്റയ്ക്കാക്കിയിട്ട് വരാൻ മടിച്ചിട്ടേ ഞങ്ങൾ കൂട്ടിയിട്ടാണ് വന്നത്. വണ്ടിയിലിരുത്തിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് കയറി. പോകാൻ തോന്നില്ല സത്യം പറഞ്ഞാൽ, അത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. മൈൻഡ് ഒന്ന് ഫ്രീ ആയി കിട്ടും. നല്ല സൂപ്പർ സ്ഥലം. ഹലോ ഗൈസ്, ഹലോ ബഡ്ഡീസ്. ബഡ്ഡി എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ. സൂപ്പർ, നമുക്ക് ഇവിടെ തന്നെ സ്റ്റേ ചെയ്താലോ? സ്റ്റേ ഉണ്ട് കേട്ടോ ഗൈസ്. ഉണ്ടോ? സ്റ്റേ ഉണ്ട് ഗൈസ്, ടെൻറ്റ് കെട്ടിയിട്ട്, ടെൻറ്റ് സ്റ്റേ. റിസ്കി ടാസ്ക്. അപ്പോൾ താഴെ എത്തട്ടെ ഗൈസ്. ട്രക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിലല്ല, നമ്മൾ ഇപ്പോഴല്ല, ഇതിൽ ടെൻറ്റ് സ്റ്റേൻ്റെ അകത്ത് ഒരു കോംബോ മാതിരിയാണെന്ന് തോന്നുന്നു. പക്ഷേ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയതേ ഇങ്ങോട്ട് വരുമ്പോൾ റോഡ് അത്ര പോരാ. റോഡൊക്കെ ആകെ പൊട്ടിപ്പൊളിഞ്ഞെടുക്കുക കണ്ട. മെല്ലെ പോ. അതാ ഞാൻ പറഞ്ഞേ, മുകളിലോട്ട് കയറിയ പോലെ ആയിരിക്കില്ല, താഴോട്ട് അങ്ങ് സ്ലിപ്പാവുവേ. പ്രതീക്ഷിക്കാത്തൊരു വരവായിപ്പോയി. ഇതിപ്പോൾ നാളെ നേരം വെളുത്താൽ അറിയാം ആരെല്ലാം കാല് വന്നു.
ഒരു 5 മിനിറ്റ് അവിടെ ഇരുന്നിട്ട് എണീക്കുമ്പോൾ തന്നെ കാലിൻ്റെ മസിലൊക്കെ ഭയങ്കര വേദനയായിരുന്നു. ഇതിലും ടോയ് ഉണ്ട്. അച്ഛൻ മോനെ മര്യാദ പഠിപ്പിക്കുന്നു. എന്തിനാ ഇത്ര ചുറ്റി നീ തിരിച്ചു വരുമ്പോൾ ഇതിൽ ഇറങ്ങാൻ? അതിലേ കൂടെ ഇറങ്ങാൻ വേണ്ട കണ്ട. ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് തല തിരിഞ്ഞു പോയി ഗൈസ്. മ്യൂസിക്കൽ ക്യാമ്പ് ഫയർ ഉണ്ടാവില്ല രാത്രിയാകുമ്പോൾ. അവിടെ നിന്നു നീ നമ്മൾ പോയിട്ട് വരാം. എൻ്റെ നാളെ രാവിലെ കൂട്ടാവും. അപ്പോൾ ഒക്കെ നടന്ന് താഴെ എത്തിയിട്ട് ബാക്കി വിശേഷം. ഞങ്ങൾ അവിടെ നിന്ന് വിട്ട് ഗൈസ്. നല്ല ചൂട്. ഇറങ്ങുമ്പോൾ തന്നെ അവിടെ തന്നെ നല്ല ചൂട് പഴംപൊരിയുണ്ട്. നമ്മൾ അങ്ങോട്ട് കയറുമ്പോൾ ഉണ്ടാക്കിയില്ല, അപ്പോൾ വരുമ്പോഴത്തേക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ 2 പഴംപൊരിയൊക്കെ വാങ്ങി. പൊരി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഒന്ന് റിലാക്സ് ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വരാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ പാലക്കയം. സൂപ്പർ സ്ഥലം എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ ഓക്കെ, നമ്മുടെ കൊച്ചു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ടാറ്റാ. ഞാൻ ടാറ്റ പറയാൻ പോയ വണ്ടി ചിലപ്പോൾ പറമ്പിലുണ്ടാവും. നല്ല കയറ്റം ഇറക്കം. ഇങ്ങോട്ട് വരുമ്പോൾ നല്ല കയറ്റമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കയറ്റായതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഇറക്കായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.